ഉണ്ണിമുകുന്ദൻ ടൊവിനോയുടെ കൂളിംഗ് ഗ്ലാസ് ചവിട്ടി അങ്ങ് പൊട്ടിച്ചു. എന്നിട്ടും കലിവീരാതെ മാനേജർ കിട്ടി രണ്ടെണ്ണം പൊട്ടിച്ചു. അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്നിങ്ങനെ കത്തി പടർന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ എന്നെ മർദ്ദിച്ചു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി മർദ്ദിക്കുകയായിരുന്നു, അസഭ്യമൊക്കെ പറഞ്ഞു. വാർത്ത ഇന്നലെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് പോകാൻ വേണ്ടി തുടങ്ങി. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, നമ്മൾ ഉണ്ണിമുകുന്ദൻ അങ്ങൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. മറ്റൊരു കൂട്ടം ആളുകൾ പറഞ്ഞു, ഉണ്ണിമുകുന്ദനല്ലേ തുടങ്ങിയ കൊണ്ട് പൊങ്കാലാന്ന്. അങ്ങനെ സോഷ്യൽ മീഡിയ കത്തി കയറുന്ന സമയത്ത് എനിക്ക് മമ്മൂക്ക തന്നൊരു കണ്ണാടിയുണ്ട്. അതിന്റെ ഇടയിലൂടെ എന്റെ പൊന്നാണ് ആദ്യം ഈ പൊട്ടിയ കണ്ണാടിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കട്ടെ. ഇപ്പൊ പറഞ്ഞാൽ കഥ പറഞ്ഞുകൊണ്ടു നീ പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞു? ഞാൻ അടിച്ചിട്ടില്ല. അത് പറഞ്ഞു, അതൊന്നും പറയാൻ സമ്മതിക്കണ്ട. വാർത്ത വന്നിട്ട് നമ്മുടെ മാനേജർ മാധ്യമങ്ങളെ കാണുക. ഉണ്ണിമുകുന്ദൻ എന്നെ മർദ്ദിച്ചു. ഇന്ന് രാവിലെ എന്നെ അങ്ങനെ ഒരു ന്യൂസ് പുറത്ത് വന്നേ ഉള്ളൂ. തൊട്ട് താഴെ കമന്റ്സ് പോയി കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ തെറിയോടുകൂടി എല്ലാവരും കൂടെ വട്ടത്തിൽ പിടിച്ചിട്ട് തെറി പറയാറില്ലേ, ആ രീതിയിൽ കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് വാർത്ത വന്നത്. ഓക്കെ, അപ്പോൾ വാർത്തയുടെ രണ്ടാം ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ നമ്മുടെ മനോരമ ന്യൂസിന് ഒരു അഭിമുഖം കൊടുത്തു. അഭിമുഖം എനിക്ക് തോന്നുന്നു ഫോൺ ത്രൂ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അതിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മനോരമയിലൂടെ പുറത്തു വന്നു. ഈ പ്രതികരണത്തിൽ ഉണ്ണിമുകുന്ദൻ എടുത്തു പറഞ്ഞൊരു കാര്യം, ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് CCTV ഒരു സ്ഥലത്താണെന്നും CCTV പരിശോധിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, ഇത്രയും കാര്യങ്ങൾ CCTVയുടെ അടിയിലാണ് നടന്നതെന്ന് ഈ മണ്ടന് മനസ്സിലാവാതെ പോയോ? ഈ വിപിൻ എന്ന് പറയുന്ന ഈ മരമണ്ടനത് മനസ്സിലാവാതെ പോയോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ട് അടുത്ത മണിക്കൂറുകളിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം അതിൻ്റെ പുറകെ വരുന്നത് ഈ വിപിൻ അറിയാത്തതുകൊണ്ടായിരിക്കും. അതിൻ്റെ ഇടയിലൂടെ നൈസായിട്ട് മൂപ്പര് പറഞ്ഞു വിട്ട തട്ടിവിട്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു PR വർക്ക് എങ്ങനെ ചെയ്യണം, എങ്ങനെ വാർത്ത ഉണ്ടാക്കണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് വിപിൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബിക്കോസ് അയാൾ ചെയ്യുന്ന പണി അതാണല്ലോ, ഈ PR വർക്ക് എന്ന് പറയുമ്പം അത് തന്നെയാണല്ലോ. ഓക്കെ, അപ്പം ഈ എന്തായാലും പുറത്തേക്ക് പോകുന്നുണ്ട്, ഇയാളുമായിട്ട് പ്രശ്നത്തിലുണ്ട്, സോ എന്തായാലും പുറത്തേക്ക് പോകുന്നുണ്ട്, എന്നാൽ ഇടയിലൂടെ ഒരു വെപ്പ് വെച്ചിട്ട് പോകാമെന്ന് ആലോചിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്ന് പറഞ്ഞ പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പക്ഷെ കാര്യം ചെറുതായിട്ടൊന്ന് കൈവിട്ടുപോയി. വലിയ വലിയ എഴുത്തായിട്ട് തന്നെ 2 എഴുത്തുകാർ അവർ ഒരു വട്ടം കാണാൻ വേണ്ടി ചെന്ന സമയത്തുണ്ടായിരുന്നൊരു അനുഭവകഥയൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഈ വിപിൻ എന്ന് പറയുന്ന ചങ്ങാതി അതിസുന്ദരമായിട്ട് എന്താ പറയുക, ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. നമ്മൾ തിരിച്ചറിവ് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ സംസാരിച്ചു, എനിക്ക് വയ്യ, തീരെ വയ്യ, ഞാൻ രാവിലെ ഇറങ്ങിയ CCTV ഉണ്ടായിരുന്നതുകൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ അടുത്ത വരുന്ന 3-4 ദിവസത്തേക്ക് സോഷ്യൽ മീഡിയ ഇങ്ങനെ എയറിൽ കയറി നിൽക്കേണ്ട അവസ്ഥ വന്നേനെ. ശരിക്കും പറയുകയാണെങ്കിലേ ഒരു വാർത്ത വരുന്ന സമയത്ത് 2 വശവും കേട്ടതിന് ശേഷമല്ല ആ വാർത്ത പുറത്തുവിടേണ്ടത് അല്ലേ? ഇപ്പോൾ ചാനലുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊരു വാർത്ത അങ്ങോട്ട് പുറത്തേക്ക് വിടും, അതിനുശേഷം അവരുടെ പ്രതികരണങ്ങൾ എടുക്കുന്നു, നാട്ടുകാരിത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നല്ല പൊങ്കാലം കൊണ്ടിടുന്നു. ഒരാൾക്ക് ഉണ്ടാവുന്ന ഈ സൈബർ ബുള്ളിംഗ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന വിഷമം ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇതേ മാധ്യമങ്ങൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ തെളിയുമ്പോൾ വീണ്ടും തെളിഞ്ഞിരിക്കുന്നു കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യുന്നു. എന്താ കഥ? ഓക്കെ, എന്തായാലും ഒരു CCTV രക്ഷിച്ച കഥയാണ് PR പിടിച്ച പുലിവാൽ എന്ന ഈ ഒരു എപ്പിസോഡിലുള്ളത്. സ്റ്റേ ട്യൂൺഡ്.